ഗസയിൽ ഹമാസ് ആക്രമണത്തിൽ 5 IDF സൈനികർ കൊല്ലപ്പെട്ടതോടെ വെടിനിർത്തൽ കരാറിനുള്ള മുറവിളികൾ ഉയർന്നിരിക്കുന്നു ഇസ്രായേലിൽ. വടക്കൻ ഗസയിലെ ബെയ്ത്ത് ഹാനൂൻ പ്രദേശത്ത് റോഡരികെ സ്ഥാപിച്ച സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിച്ച് തങ്ങളുടെ 5 സൈനികർ കൊല്ലപ്പെട്ടതായും 14 പേർക്ക് പരിക്കേറ്റതായും ഇസ്രായേൽ സൈന്യം അറിയിച്ചിരുന്നു. ഇതിനു പിന്നാലെ ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് യായിർ ലാപിഡ് അടക്കം രംഗത്തെത്തിയിരിക്കുകയാണ്. വിശദമായി നോക്കാം. കൊല്ലപ്പെട്ട 5 ഇസ്രായേലി സൈനികരിൽ 4 പേരെ മാത്രമേ തിരിച്ചറിയാനായിട്ടുള്ളൂ. സ്റ്റാഫ് സർജന്റ് ഷിമോൻ അമാർ, മോശെ നിഷിം, ഫ്രഞ്ച് ബിന്യാമിൻ അസുലിൻ, നോം അഷറോൺ മുസ്ഗാദിൻ എന്നിവരാണ് മരിച്ചത്. തിങ്കളാഴ്ച രാത്രി 10 മണിയോടെയായിരുന്നു സംഭവം. പരിക്കേറ്റവരിൽ 2 സൈനികരുടെ നില ഗുരുതരമാണെന്നും IDF അറിയിച്ചു. വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് ട്രംപുമായി ചർച്ച നടത്താൻ വാഷിംഗ്ടണിലേക്ക് പറഞ്ഞിരുന്നു ഈ സമയം നെതന്യാഹു. വിവരമറിഞ്ഞ് കഠിനമായ പ്രഭാതമെന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. സൈനികരുടെ മരണം സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉയരാനും ഇടയാക്കിയിട്ടുണ്ട്. ഗസ യുദ്ധം അവസാനിപ്പിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് യായിർ ലാപിഡ്, ഡെമോക്രാറ്റ് ചെയർമാൻ യായിർ ഗോലാൻ തുടങ്ങിയവർ ആഹ്വാനം ചെയ്തു. സൈനികർക്ക് വേണ്ടി, അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, ബന്ധുക്കൾക്ക് വേണ്ടി, ഇസ്രായേൽ രാഷ്ട്രത്തിന് വേണ്ടി ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് യായിർ ലാപിഡ് എക്സിൽ കുറിച്ചു. സമഗ്രമായ ബന്ദിമോചന കരാർ ഉടൻ നടപ്പാക്കി നമ്മുടെ സഹോദരങ്ങളെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവരണമെന്ന് ഡെമോക്രാറ്റ് ചെയർമാൻ യായിർ ഗോലാനും ആവശ്യപ്പെട്ടു. ഗസയിൽ സൈനികർ മരിക്കുന്നത് ഇസ്രായേലിനെ സംരക്ഷിക്കാൻ വേണ്ടിയല്ല, മറിച്ച് നെതന്യാഹുവിന്റെ സഖ്യ സർക്കാരിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണെന്ന വിമർശനമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. 2023 ഒക്ടോബറിൽ ഗസയിൽ ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചതിനു ശേഷം സൈനികരിൽ കുറഞ്ഞത് 887 പേരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. കഴിഞ്ഞ മാസം 7 ഇസ്രായേലി സൈനികർ ഹമാസ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. ഇവരുടെ കവചിത വാഹനത്തിൽ ബോംബെറിഞ്ഞാണ് കൊലപ്പെടുത്തിയതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. ഏറ്റവും മാരകമായ ദിവസങ്ങളിലൊന്ന് എന്ന് ഇസ്രായേൽ രേഖപ്പെടുത്തിയ ഈ സംഭവം റിപ്പോർട്ട് ചെയ്ത് 2 ആഴ്ച പിന്നിടുമ്പോഴാണ് വീണ്ടും സൈനികരെ ഹമാസ് കൊലപ്പെടുത്തുന്നത്. ഇസ്രായേൽ സുരക്ഷിതമെന്ന് കരുതിയിടത്താണ് ഹമാസിന്റെ അപ്രതീക്ഷിത ആക്രമണം ഉണ്ടായത്. ഇത് ഇസ്രായേലിന് കനത്ത തിരിച്ചടിയാണ് ഉണ്ടാക്കിയതെന്ന് ഖസാം ബ്രിഗേഡ്സിന്റെ വക്താവ് അബു ഉബൈദ പറഞ്ഞു. ഓരോ ദിവസവും ഇസ്രായേൽ സൈന്യത്തിന് കൂടുതൽ നഷ്ടങ്ങൾ വരുത്തുമെന്നും അബു ഉബൈദ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ബന്ദിമോചന കരാർ ഉണ്ടാക്കി യുദ്ധം അവസാനിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടി അന്നും പ്രതിപക്ഷ നേതാവ് യായിർ ലാപിഡ് രംഗത്തെത്തിയിരുന്നു. സുരക്ഷാ നഷ്ടം, രാഷ്ട്രീയ നഷ്ടം, സാമ്പത്തിക നാശനഷ്ടം മാത്രമാണ് ഇസ്രായേലിനുണ്ടാകുന്നത്. ഇസ്രായേൽ ഇപ്പോഴും ഗസയിൽ തുടരുന്നത് എന്തുകൊണ്ടാണെന്നും അദ്ദേഹം ചോദിച്ചിരുന്നു. ഗസയിൽ ഒരു ബദൽ സർക്കാർ ഇല്ലാത്തിടത്തോളം കാലം ഹമാസ് ഇല്ലാതാകില്ല എന്നും യായിർ ലാപിഡ് വ്യക്തമാക്കുകയുണ്ടായി. സൈനികരുടെ കൊലപാതകങ്ങൾക്കും വെടിനിർത്തൽ ചർച്ചകൾക്കുമിടയിൽ ഗസയിൽ ആക്രമണം തുടരുകയാണ് ഇസ്രായേൽ. ചൊവ്വാഴ്ച പുലർച്ചെ മുതൽ കുറഞ്ഞത് 30 ഫലസ്തീനികൾ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. വ്യോമാക്രമണങ്ങൾ ശക്തമാക്കുകയും ഫൈറ്റർ ജെറ്റുകൾ, ഡ്രോണുകൾ, ഹെലികോപ്റ്ററുകൾ എന്നിവ ഉപയോഗിച്ച് ജനവാസ മേഖലയിൽ വ്യോമാക്രമണം ശക്തമാക്കുകയായിരുന്നു. ഖാൻ യൂനിസിനടുത്തുള്ള അൽ മവാസി പ്രദേശത്ത് നടന്ന ഡ്രോൺ ആക്രമണത്തിൽ 9 ഫലസ്തീനികളാണ് കൊല്ലപ്പെട്ടത്.